എലോൺ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അർത്ഥമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കോവിഡ് വാക്സിന് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. സെക്കൻഡ് ഡോസിന് വേണ്ടി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നീ കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം www.cowin.gov.in. എൻ്റർ അടിക്കുന്നതോടുകൂടി ഈ വെബ്സൈറ്റിൽ എത്തുന്നു. മുകൾ ഭാഗത്തായിട്ട് കാണുന്ന രജിസ്റ്റർ ഓർ സൈനിങ് യുവർ സെൽഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. അവിടെ നാം നമ്മുടെ മൊബൈൽ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. താഴെ കാണുന്ന ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം മുകളിൽ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് വന്ന OTP ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. താഴെ കാണുന്ന വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ ഫോട്ടോ ID പ്രൂഫ് എന്ന് കാണാം. അവിടെ ധാരാളം ID കാർഡുകളുടെ പേര് ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID എന്നെല്ലാം കാണാം. ഞാൻ വോട്ടേഴ്സ് ID എന്ന് സെലക്ട് ചെയ്തു. ഇനി വോട്ടേഴ്സ് ID നമ്പർ ഏതാണോ ID പ്രൂഫ് സെലക്ട് ചെയ്തത് അതിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ID കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. വോട്ടേഴ്സ് ID ആണ് സെലക്ട് ചെയ്യുന്നത്. അതിന് താഴെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിന് താഴെ ബർത്ത് ഇയർ ടൈപ്പ് ചെയ്യുക. ഇയർ മാത്രം മതി. 4 ഡിജിറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നമ്മുടെ പേര്, ഇയർ ഓഫ് ബർത്ത്, ഉപയോഗിച്ച IDയുടെ അവസാന അക്കം കാണാം. അവിടെ കാണുന്ന ഷെഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ കാണുന്ന ഷെഡ്യൂൾ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത പേജിലെത്തി. അവിടെ കോളത്തിന് മുകളിലായിട്ട് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്ന് കാണാം. ഇനി ആദ്യത്തെ കോളത്തിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള എന്ന് സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ ഏത് ജില്ലയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ജില്ലയിൽ ഏതെല്ലാം സ്ഥലത്ത് ഏത് ദിവസങ്ങളെല്ലാം വാക്സിൻ നൽകുന്നു എന്ന ഒരു ലിസ്റ്റ് കാണിക്കും. അതിൽ നമ്മൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യാം. ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. അതിൽ സമയം കാണിക്കും. നമുക്ക് ആവശ്യമുള്ള സമയം സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ ചെയ്ത മെസ്സേജ് വരുന്നതാണ്. അതിന് വലതുഭാഗത്തായി കാണുന്ന ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തു വരുന്നതാണ്. അതിലുള്ള റഫറൻസ് നമ്പർ വാക്സിനേഷൻ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് സെക്കൻഡ് ഡോസിന് വേണ്ടി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് cowin.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ വെബ്സൈറ്റിലെത്തുന്നു. രജിസ്റ്റർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഫോണിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ പേര് കാണിക്കും. നമ്മുടെ ഫസ്റ്റ് ഡോസ് ഗ്രീൻ നിറത്തിൽ കാണിക്കുന്നു. അത് ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചത് കൊണ്ടാണ്. ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്.
ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് ഷെഡ്യൂൾ ചെയ്യാനുള്ള വിൻഡോ വരും. അതിൽ ഷെഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഷെഡ്യൂൾ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ സെർച്ച് ബൈ ഡിസ്ട്രിക്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷമാകുന്ന ആ ജില്ലയിൽ വാക്സിൻ നൽകുന്ന സ്ഥലവും ഡേറ്റുകളും അവിടെ നമുക്ക് കാണാം. അതിൽ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലവും ഡേറ്റും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് അനുയോജ്യമായ ടൈം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വാക്സിനേഷൻ സെൻറ്ററിൽ നൽകേണ്ടതാണ്. അതിൽ കാണുന്ന റെഫറൻസ് ID അവിടെ വാക്സിനേഷൻ സെൻറ്ററിൽ ആവശ്യമായി വരുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും രജിസ്ട്രേഷനും രണ്ടാം ഡോസിനുള്ള ഷെഡ്യൂളും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡിങ്ങും നടത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.